ചെറിയ രീതിയിൽ അല്ലേ? നമ്മളെ ഈ ഒരു വർഷം അവസാനമാണ് അല്ലേ? ഒരു പുതിയ തുടക്കം. ഇപ്പോഴും പറയാം ഇനിയിപ്പോ ഡിസംബർ, ഇനിയിപ്പോ അതിനിങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറുന്നുണ്ട്. അന്നിപ്പോ ഡിസംബർ 13 ഇനിയിപ്പോ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ അടുത്ത വർഷം എന്നാൽ ജനുവരി 1 തുടങ്ങാം. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ December 31 ഒക്കെ ഒന്ന് ആവട്ടെ എന്നിട്ട് ചെയ്യാന്നുള്ള ഒരു രീതിയിലിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ December 31 2023 December 31 ഇപ്പം കഴിയും. 2024 December 31 ഇപ്പൊ കഴിയും. കാരണം അതാണ്, അതങ്ങനെ കഴിയും, നമ്മൾ ഇങ്ങനെ ഇരിക്കും. അപ്പോ നമ്മൾക്ക് ഒരു ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ മുന്നേ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നൊരു സെഷനിൽ സംസാരിച്ച സമയത്ത് എന്നോട് അവര് പറഞ്ഞു, അപ്പൊ നമ്മൾക്കിപ്പോ എല്ലാ കാര്യവും ഇപ്പൊ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ? എല്ലാ കാര്യം ഇപ്പൊ എന്നെപ്പോ ഒരാൾ വെറുതെ ആക്രമിച്ചാൽ എനിക്കിപ്പോ അതും ഇപ്പൊ എന്തെന്നോ നല്ലതിനാണ് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോ അങ്ങനെ ചോദിച്ച സമയത്ത് അവരെ മൈൻഡ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഓരോ എല്ലാവരും പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കണം എന്ന്. അങ്ങനെ നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ ആദ്യം ഈ മൈൻഡ് സെറ്റ് സെറ്റ് ആവണ്ടേ? ഇപ്പൊ നമ്മൾക്കൊരു കാര്യം പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വരുന്ന വർഷത്തിൽ കുറെ കാര്യങ്ങൾ മാറ്റണം അല്ലെ, കുറെ കാര്യങ്ങൾ പഠിക്കണം, കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നേടണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അത് നേടാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ കൊണ്ടുവരണ്ടേ ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ എന്താണ്, ഈ മാസത്തിന്റെ പകുതി അറൗണ്ട് പകുതി ആയിട്ടുണ്ട്. പക്ഷെ ഈ സമയത്തും മാറണം, എനിക്ക് ഇന്ന രീതിയിലോട്ട് മാറണം അല്ലെ, ഇത്രയും കാലം ഞാൻ ഇന്ന രീതിയിലായിരുന്നു ചെയ്യുന്നത്, ഇത്രയും കാലം ഞാൻ മോർണിംഗിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താകണം, എനിക്ക് ആ ഒരു മൈൻഡ്ഫുളിനോട് കൂടി ആ ഒരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്താ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആസ്വദിച്ചില്ല. ആ ഒരു ഭക്ഷണം അവര് കഴിക്കുന്നതോടുകൂടെ, ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ നിങ്ങൾ മറ്റൊരാൾക്ക് സേവ് ചെയ്ത് കൊടുത്തത് അത് അവർ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ അവർ എന്താണ് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്നും കിട്ടണില്ല, നിങ്ങൾ എന്തോ ചെയ്തു വെച്ച പോലെ അങ്ങനെയാണോ? നിങ്ങളിങ്ങനെ എന്തോ ചെയ്തു വെച്ചവരാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലാണ്ട്, പക്ഷെ നിങ്ങളിങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഡെയിലി ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതിപ്പോ നിർത്തണം. നിർത്തണം. നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് വരാം. എത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് ഇവർക്ക് എന്നോടൊരു നന്ദിയില്ലേ? ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ലേ നമ്മൾ തന്നെ നെഗറ്റീവ് മൈൻഡിലോട്ടേക്ക് നമ്മൾ തന്നെ കുറച്ചുകൂടി താഴ്ന്ന ലെവലിലോട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, ആ ഒരു പ്രവൃത്തി അവിടെ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും പറയുന്നത്, കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഞാനൊരു ഒരു സ്ഥലത്ത് ഒരു ഓഫ്ലൈൻ സെഷൻ എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ പറഞ്ഞു, നമ്മൾ ഈ പാഷനും പ്രൊഫഷനും വെച്ച് സംസാരിക്കുന്ന സമയത്ത് പാഷനെ പ്രൊഫഷൻ ആക്കി എടുക്കാന്ന്. പാഷനെ പ്രൊഫഷൻ ആക്കി എടുക്കുക. എന്താണ് ഈ പാഷനെ പ്രൊഫഷൻ ആക്കി എടുക്കാനുള്ള ഒരു ഗുണം, ഒരു ബെനിഫിറ്റ്? എത്ര തന്നെ ഇപ്പോൾ ഒരു 24 hours അടുപ്പിച്ചിരുന്നിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അവരെ സംബന്ധിച്ച് ഒരു പ്രയാസം ഇരിക്കൂല. കാരണം എന്താണ്, ഇപ്പൊ കാണുന്നവർക്ക് ഓ എന്ത് കഷ്ടാണ്, അവർ 24 മണിക്കൂർ ഇത് നിർത്താതെ പണിയെടുക്കുകയാണ് ഇങ്ങനെ പറയുന്നത് കാണുന്നവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുമെങ്കിലും, പക്ഷെ ഇത് ചെയ്യുന്നവൻ എങ്ങനെയായിരിക്കും, ഇത്ര സമയം കഴിഞ്ഞു പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ, അതായത് ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇനി ചിലപ്പോ 42 മണിക്കൂറായിരിക്കും, ചിലപ്പോ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തെ പറ്റി തന്നെ ഒരു ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ അത് ഏതൊരു കാര്യം ചെയ്യും നമ്മൾക്ക് അതിനോട് ആദ്യം ഒരു ഇഷ്ടമാണ് വരേണ്ടത്. എല്ലാവർക്കും ഇനി ഈ വർഷമൊക്കെ ഞാൻ മോർണിംഗ് ഒക്കെ എഴുന്നേൽക്കൽ എങ്ങനെയൊക്കെയാണ്, എൻ്റെ പ്രയർ ഒന്നും കറക്റ്റ് അല്ല, എൻ്റെ ബിഹേവിയർ ഒന്നും കറക്റ്റ് അല്ല, ഇനി എല്ലാം റെഡിയാണ് പക്ഷെ ഇനി എന്തോ ഒരു സാധനം എനിക്ക് സെറ്റ് ആക്കാണ്ട്, പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ല. പലർക്കും അങ്ങനെയാണ്. എവിടാണ് ഇപ്പൊ പ്രശ്നം? പ്രശ്നത്തെ എങ്ങനെ നോക്കി നോക്കി എവിടെ പ്രശ്നം, എവിടെ പ്രശ്നം, അവസാനം എന്താവും, ഈ പ്രശ്നത്തിനെ കാണാനും പറ്റൂല. പ്രശ്നം അപ്പോഴും അവിടെയുണ്ട്, പക്ഷെ ഈ പ്രശ്നം കണ്ടിട്ട് മതി ഞാൻ ബാക്കിയെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിരുന്നു ഇരിക്കും അവിടെ. അപ്പൊ ഈ പ്രശ്നത്തിട്ട് കാണുകയില്ല. ഈ സമയമാണെങ്കിൽ ഇങ്ങനെ കടന്ന് 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 കാലം കടന്നുകൊണ്ടേ പോകും, കാലം കഴിഞ്ഞുകൊണ്ടേ ഇരിക്കും.
അപ്പൊ ഇങ്ങനെ കാലവും അല്ലെ നമ്മളെ കോലവും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ന നമ്മൾ എന്ന നമ്മളിലെ മനസ്സോ അല്ലെങ്കിൽ ഈ ശരീരവും ശരീരത്തിന് പല മാറ്റം വരുന്ന സമയത്ത് പോലും മനസ്സ് മാറുന്നില്ല. മനസ്സ് മാറുന്നില്ല എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾക്ക് ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ കുറേ ആഗ്രഹങ്ങളുണ്ടല്ലേ? പ്രത്യേകിച്ച് ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് പല ആളുകളും സ്റ്റുഡൻസ് ആണെങ്കിലും വലിയവരാണെങ്കിലും ഇങ്ങനെയാണ് കുറേ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അതെ, കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ, കുറെ കാര്യങ്ങൾ നേടാൻ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ കൊടുക്കണം, ഞാൻ ഇത്ര അവരെ സേവ് ചെയ്യണം, എന്നിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് ഇത്ര കാര്യം, ഇങ്ങനൊക്കെ എന്തൊക്കെ വേണം. ഗോൾ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ, പക്ഷെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര ചെറുത് മുതലും നിങ്ങൾ അതിൽ എഴുതുക എന്നുള്ളതാണ്. ഇത്ര ചെറുത് മുതലും നമ്മൾ പറയല്ലോ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നുള്ള അതേപോലെ എത്ര ചെറുതും നിങ്ങൾ എത്ര എന്നിട്ട് അത് ഇങ്ങനെ നിങ്ങൾ എഴുതി നിങ്ങളൊരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി. അതായത് 2024 ജാനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് എവിടെയൊക്കെ പോകണം. ദുബായ് പോകാൻ ആഗ്രഹമുള്ളവർ അത് ചെയ്യണം. കാരണം ഇതൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇത് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോ എങ്ങനെയാ ദുബായിൽ പോവാ, എൻ്റെ ഇതിപ്പോ പൈസ ഒന്നും ഇല്ലാലോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു SLC പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഫുൾ A+ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എനിക്ക് ഫുൾ A+ കിട്ടണം. എനിക്കൊക്കെ ഇപ്പൊ എങ്ങനെയാ ഫുൾ A+ കിട്ടുക, എന്നെക്കാട് നന്നായിട്ട് പഠിക്കണം ഓൾക്ക് കിട്ടണില്ല, പിന്നെ എങ്ങനെ എനിക്ക് കിട്ടുക? സി, ഡബിൾ മൈൻഡാണ്. അതായത് രണ്ട് തോണിയിലാണ് കാല്. രണ്ട് തോണിയിൽ കാലിടുന്ന സമയത്ത് ചെയ്യണോ വേണ്ടേ, ചെയ്യാനിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ചെയ്തിട്ട് വന്നാ ഒന്നും കിട്ടാനൊന്നുമില്ല, വന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുക. അപ്പൊ എന്താ, ഫോണിൽ ഇൻസ്റ്റാഗ്രാം എടുക്കും, റീൽസ് കണ്ടു തുടങ്ങും, യൂട്യൂബ് ആണെങ്കിൽ ഷോർട്സ് കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് ഒന്നുമില്ല, ഒരു 1 അവറോ 3 അവർ ഒക്കെ കഴിയുമ്പോഴേക്കും ഇത്രയൊക്കെ സമയം പോയി, ഇനി പഠിക്കും, ഇനിയിപ്പോ ഏതായാലും ഇത്ര നേരം വൈകി, ഇത്ര ലേറ്റ്, ഇനി നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി എത്ര കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ച് പോകുന്നു. അവിടെ ഈ സമയം ഇങ്ങനെ കഴിയാന്നല്ലാതെ അവിടെ ആ ഒരു മാറ്റത്തെ അനുഭവിക്കാനോ, ആ ഒരു മാറ്റത്തെ ഫീൽ ചെയ്യാനോ, ആ ഒരു മാറ്റത്തെ സൃഷ്ടിക്കാനോ, ആ മാറ്റത്തെ കൊണ്ടുവരാനോ പറ്റില്ല. ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഒരു കാര്യവും ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടോ, ഫുൾ ആഗ്രഹങ്ങളായിരിക്കും. പക്ഷെ ഈ ആഗ്രഹങ്ങളെ എവിടെയും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, എവിടെയും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആഗ്രഹങ്ങള് ചെറിയൊരു ഐഡിയ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്ന കാര്യം ചെയ്താലോ എന്ന് തോന്നുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ എല്ലാവരോടും പല ആളുകളോടും പറയുന്നുണ്ടാവും. നിങ്ങൾ ഐഡിയകൾ കേട്ടിട്ട് പല ആളുകളും പല കാര്യങ്ങളും ചെയ്തിട്ട് അത് അവർ സക്സസ് ആയിട്ടുണ്ടാവും. അപ്പോഴും നിങ്ങൾ എന്താണ് വേറെ ഐഡിയകളിൽ പോകുക. കാരണം എന്താ, നിങ്ങൾക്ക് ഒരു ഐഡിയ വന്ന് ഇത് ചെയ്യണം, ഇതിവിടെ വിജയിക്കില്ല, ഇതിവിടെ സക്സസ് ആവില്ല, അടുത്ത് അടുത്ത്. പക്ഷെ നിങ്ങളിൽ നിന്ന് കേട്ടിട്ട് അവരെ മൈൻഡ് സെറ്റ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആയതുകൊണ്ട് അത് ചെയ്തു, അവര് വിജയിച്ചു. ഏതൊരു കാര്യവും ആദ്യം ചെയ്യുന്നവരാണല്ലോ ഫസ്റ്റ് വിന്നിങ് പോയിന്റിൽ എത്തുക, ഇല്ലേ? ഒരു ഓട്ട മത്സരം നടക്കുന്ന സമയത്ത് ഒരു 100 മീറ്റർ ഓട്ട മത്സരം ആണെങ്കിൽ അതിൽ ആദ്യം തന്നെ സ്പീഡ് എടുത്ത് ഓടുന്നവരാണല്ലോ ജയിക്കുക, ആദ്യം തന്നെ. അല്ലാതെ അതിന് ഇവരൊക്കെ സ്പീഡ് ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് ഞാൻ ഓടാ, എന്നിട്ട് ഞാൻ സ്പീഡ് കൂട്ടാന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് പ്രൈസ് വേറെ ഒരാൾ കൊണ്ടുപോലേ. അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ചെയ്ത് ഞാൻ നോക്കട്ടെ, എന്നിട്ട് അവർക്ക് റിസൾട്ട് ഒക്കെ ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് മതി ഞാൻ ചെയ്യാം, എന്നിട്ടൊക്കെ മതി ഞാൻ ചെയ്യുന്നത്. ഈ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരാണോ ഇങ്ങനെ ഇരിക്കുന്നത് അവരവിടെ ഇരിക്കും, ബാക്കിയുള്ളവര് ചെയ്യും, അവര് വിജയിക്കും. നമ്മൾ തന്നെ ഇപ്പൊ വരുന്ന സ്റ്റോക്കിന്റെ 19ാമത്തെ സെഷനാണ്. 19ാമത്തെ സെഷനാണ്. പല ആളുകളും ലൈവ് സെഷന് വരാറില്ല. കാരണം എന്താണ്, പല പ്രയാസങ്ങളും. പക്ഷെ പല പ്രയാസങ്ങളും പറഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ എന്തുകൊണ്ട് ലൈവ് സെഷനിൽ വരുന്നത്? അപ്പോൾ എന്തുകൊണ്ട് വരുന്നത്? ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റുന്നതാണ്. പക്ഷെ അത് അവിടെ ഒരു മാറ്റത്തെ ഞാനിത് യൂട്യൂബിൽ കേൾക്കുന്ന നല്ല റെക്കോർഡിങ്സ് കാണുന്നതിനും കുറച്ചുകൂടി ബെറ്റർ ഇപ്പോൾ ലൈവായിട്ട് കേൾക്കാം. അപ്പൊ എന്താണ്, എവിടെയോ നമ്മൾ പരിപൂർണമായിട്ട് അല്ലെങ്കിൽ എവിടെയോ ഒരു തയ്യാറെടുപ്പ്, ഒരു ആഗ്രഹം, ഇന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം, ചില പ്രവർത്തികളൊക്കെ മാറ്റണം, ഒരാഗ്രഹം. പക്ഷെ ഈ ആഗ്രഹത്തെ പൂർണ്ണതയിൽ എത്തിക്കാത്തത് കൊണ്ടാണ് എന്താണ് ഇതിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. കാരണം എന്താണ്, ഇപ്പോൾ ചില ആളുകൾക്ക് പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങൾ എല്ലാവരും കണക്ട് ചെയ്യലുണ്ടല്ലോ, അപ്പൊ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങളെ സെഷനിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ,
കുറച്ച് പേരല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ആളെണ്ണലില്ല, ആളെ ഞാൻ എണ്ണലില്ല. കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നു. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നു, കുറച്ച് വിസ്ഡംസ് ഷെയർ ചെയ്യുന്നു. അത് കേട്ടിട്ട് അതുകൊണ്ട് ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്നോ അത്ര ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ. അത് 1000 ആളുകൾക്കാവുകയാണെങ്കിൽ 1000 ആയിക്കോട്ടെ. അപ്പൊ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് ഇനി എന്റെ സെഷനിൽ കുറച്ച് ആള് ഇനിയിപ്പോ ഒരു 500 ആളൊക്കെ ആയിട്ട് മതി ഞാൻ ഇനി ഫ്രീ സെഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നാലോ, ഒരിക്കലും എനിക്ക് 500 ആളാവൂല. പക്ഷെ ഞാനിത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് കൊണ്ടുപോയിരുന്നാലോ, ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും സെഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും പഠിക്കും, അല്ലെ പല കാര്യങ്ങളും ചെയ്യും. കാരണം എന്താണ്, ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്, എനിക്ക് മാത്രമുള്ളതല്ല, ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ളത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അല്ലെ ഈ ഒരു ചിന്തയിൽ ഈ ഒരു തോട്ടിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്താണ് അത് നിങ്ങൾക്ക് എത്ര എഫക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അത്രയും എഫക്റ്റീവായി എടുത്തിട്ട് അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോ നിങ്ങൾ ടീച്ചേഴ്സിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സൊക്കെ വിചാരിക്കാണ് ഇങ്ങനെ, ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ പഠിച്ച്, ഇത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടില്ലേ, 30 വർഷമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല, ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അറിവാണ്, ഇത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് ഇങ്ങനെ പിടിച്ചിരുന്നാൽ എന്തോ കാര്യമുണ്ടോ? എന്തോ കാര്യമുണ്ടോ? അവിടെ നമ്മളെ പോലെ കുട്ടികൾ വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിവര് വിട്ട് എനിക്ക് മാത്രം പോരാ, ഇത് ഇവർക്ക് കൂടി വിട്ടുകൊടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡിൽ അവര് തയ്യാറെടുത്തത് കൊണ്ടല്ലേ. അവർക്ക് സാലറി കിട്ടുന്നതൊക്കെ മറു വിഷയം. ഇത് അവര് എത്ര തന്നെ സാലറി കിട്ടുക, അവര് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കണമല്ലോ. ഇനി ഒരു പാരന്റ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്ന സമയത്ത്, നേച്ചർ ചെയ്തെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത്, ഫ്രണ്ട്സിൽ കൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവർക്ക് അറിയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തോന്നണം ഇതൊന്നും ഇപ്പൊ അവർക്ക് പറഞ്ഞിട്ട് എന്താ, ഇതിപ്പോ നിങ്ങൾക്ക് അറിയണം കാര്യമല്ലേ, ഇതിപ്പോ എന്തിനാ ഓരോട് പറയണ്ടേ. അല്ല, ഈ ഐഡിയ ഞാൻ ഇപ്പൊ ഓലോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓല് പ്രോഫിറ്റ് ഉണ്ടാക്കി ഓല് സെറ്റ് ആവുമല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞ്, അതായത് അതൊരു നെഗറ്റീവ് മൈൻഡിന്റെ ഏറ്റവും താഴത്താണ്. ഒന്നും ആർക്കും വിട്ടുകൊടുക്കാൻ ഉള്ളൊരു മനസ്സുണ്ടാവില്ല. അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും എന്നുള്ളതല്ല. പറയേണ്ട കാര്യങ്ങൾ, കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എത്ര കൊടുക്കുന്നോ നിങ്ങൾക്ക് അത്രയും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നെ- നിങ്ങൾ എത്ര ആളുകളെ സഹായിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പണം കിട്ടും. അല്ല, നിങ്ങൾ ഇപ്പൊ ചിലർ പറയും, അതായത് ഇപ്പൊ എൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമൊന്നുമില്ല, പക്ഷെ എൻ്റെ കയ്യിൽ കൊടുക്കാൻ പണം ഇല്ലെങ്കിൽ എനിക്ക് ഇല്ലേ ദാനം കൊടുക്കാൻ എന്ത് പറ്റും, ഒരു പുഞ്ചിരി പറ്റൂലേ, ഒരു സ്മൈല്. ഒരാളെ കാണുമ്പോൾ വെറുതെ ചിരിക്കുക, നമ്മൾക്ക് മുന്നേ ഒരു പരിചയം ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, അത് അവർക്കുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണ്. വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന സമയത്ത്, അല്ല നിങ്ങൾ അറിയാത്ത ഒരു ഫസ്റ്റ് ടൈം കാണുന്ന ഒരാൾക്ക് നിങ്ങൾ അങ്ങനെ കൊടുത്ത് അവര് വേറെ ആർക്കെങ്കിലും കൊടുത്താലോ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ്? അവരെ ഓർമ്മയിൽ എപ്പോഴും നിങ്ങളാണ് ഫസ്റ്റ് അവർക്ക് കൊടുത്തത്, നിങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളോട് മറന്നു, ചിലപ്പോൾ അവർ കുറേ കാലം കഴിഞ്ഞാലും എൻ്റെ ഒരു മൈൻഡ് മാറ്റിയത് ഇവരാണ്, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ഓർക്കുന്നുണ്ടാവും, നിങ്ങളോട് അത് പറഞ്ഞ് പുതുക്കാനൊന്നും വരുന്നുണ്ടാവില്ല. പക്ഷെ ഇന്ന മാറ്റം എന്നിൽ കൊണ്ടുവന്ന ആളാണല്ലോ ആ പോകുന്നത്. ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ നമ്മൾക്ക് ഏതൊക്കെ കാര്യത്തിൽ മാറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മൾ മുന്നേ ഇതുവരെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇതുവരെ കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചുകൊണ്ടോ നല്ല രീതിയിൽ ശ്രമം നടത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇത്രയും ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവാതെ ഇരിക്കുന്ന സമയത്ത് അത് നിർത്തി പോവാതെ, അതിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോവാതെ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതെന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലായില്ല, ഇതെന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലായില്ല. അപ്പൊ അവിടെ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് മാറ്റിയാലോ, ഈ രീതി ചെയ്തിട്ടാണ് ഞാൻ വിജയിക്കാത്തത് എന്ന് നോക്കിയിട്ട് ആ ഒരു മോഡ് അങ്ങോട്ട് മാറ്റുക. ഇത്ര ചെയ്ത ആ ഒരു മോഡ് അതങ്ങോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊരു നിങ്ങൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പൊ ഒരു വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുതുവർഷത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആദ്യം എന്താണ് അത് മാറാനുള്ള തയ്യാറെടുപ്പ്, ഒന്ന് തയ്യാറാവുക. എങ്ങനെ? നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പൊ പതിയെ എന്താ ഇപ്പോഴേ മെല്ലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴേ മെല്ലെ അതിനിങ്ങനെ ശ്രമിക്കുക. അതിന് ശ്രമിക്കുക. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാതെ ചെയ്ത് നോക്കുക. ചെയ്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏതൊരു കാര്യം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൂടുതൽ കൂടുതൽ സിമ്പിൾ ആയിട്ട് വരും. സിമ്പിൾ ആയിട്ട് വരും. നമ്മൾ പറയില്ലേ നമ്മളെ കഴിയെഴുത്ത് എങ്ങനെയാ നന്നാവുന്നത്? ഇങ്ങനെ എഴുതി 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 അത് ഒരു 100 പേജൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഒരു 100 മോഡൽ കഴിയെഴുത്തായിരിക്കും. 101ാമത്തേനുള്ള ഒരു പുതിയ സാധനം വരുന്നു. ഇത് അടിപൊളിയാണല്ലോ, ഇത് കൊള്ളാലോ, ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അല്ലാതെ ഫസ്റ്റ് തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട്, നമ്മൾ ആരും അടിപൊളിയായിട്ട് എഴുതിയതല്ലല്ലോ. അതൊരു കുത്തിവരകൾ. അത് പെണ്ണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പിടിക്കുക. പിന്നെയാണ് പെണ്ണ് ഇങ്ങനെയാണ് പിടിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ചു തുടങ്ങി, പിന്നെ ഇങ്ങനെ പിടിച്ചു തുടങ്ങി, പിന്നെയാണ് കറക്റ്റായിട്ട് പേന. ഇതിനൊക്കെ ഒരു ടൈം എടുത്തിട്ടുണ്ട് അല്ലെ? അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം കൊണ്ട് ഇതേ റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. എല്ലാ സ്ഥലത്തും ഒരു റൂളാണ്. ഒരു റൂളാണ്. ഈ റൂള് ഫോളോ ചെയ്യുന്ന രീതികൾ ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും. എങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും റിസൾട്ട് ഒന്നാണല്ലോ. റിസൾട്ട് ഒന്നാണ്. ഓരോ ആളുകൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അവരെന്താവും? ഓരോ ആളുകളും ചെയ്യുന്ന രീതികൾ ഡിഫറൻസ് ആയിരിക്കും. എന്ന് കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ്? ഏറ്റവും ഫൈനൽ റിസൾട്ട് എന്താണ്? ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുന്ന സമയത്ത് മനസ്സിനൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ്, എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഈ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയോ നമ്മളെ ഇങ്ങനെ ആരോ ഒരു ഉണർവ് ഇങ്ങനെ നമ്മളിൽ ഒരു എനർജി ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നിങ്ങളോട് ആര് എത്ര ഏത് സമയത്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് അതിനെ റെഡി പറഞ്ഞ് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും. സാഹചര്യം എന്ത് തന്നെ ആയാലും ഏത് സാഹചര്യം നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. ഇങ്ങനെ റെഡി ആവുന്ന സമയത്ത് ഇതാണ് നമ്മൾക്ക് അപ്പൊ ഇങ്ങനെ റെഡി ആവണം. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം ചെയ്ത് ഇഷ്ടമല്ല. നിങ്ങൾ ഇങ്ങനെ അത് ചെയ്ത് നിങ്ങൾക്ക് അതിനോടൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അതിനോടൊരു ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്തു. ആ അട്രാക്ഷൻ ഫീൽ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അതിന് കൂടുതൽ കൂടുതൽ അതിന് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് പാഷൻ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണെങ്കിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ ചെറുതാകുമ്പോൾ ഇങ്ങനെ കളിച്ചു തുടങ്ങി എന്തോ ഒരു ഇഷ്ടം തോന്നി. പിന്നെ അത് കുറച്ചുകൂടി വീണ്ടും അതുകൊണ്ട് അടുക്കുന്ന സമയത്ത് ആ ഇഷ്ടം ഇങ്ങനെ കൂടുന്ന സമയത്ത് ഒരു വല്ലാത്ത വർണ്ണിക്കാൻ പറ്റാത്തൊരു ഇഷ്ടമായിട്ട് മാറി, ഒരു താല്പര്യമായിട്ട് മാറി. പിന്നെയാണ് എന്താ ഇതിങ്ങനെ എന്നാൽ ഇത് എനിക്ക് എത്ര ഇഷ്ടം, എന്നാൽ ഇതിനെ എൻ്റെ പ്രൊഫഷൻ ആക്കി എടുക്കുക, എൻ്റെ കരിയറായിട്ട് ചൂസ് ചെയ്യുക. ഇങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്താണ് അല്ലേ. അപ്പൊ എത്ര സമയം അതിൽ വർക്ക് എടുത്തിട്ടില്ല. നമ്മൾ കാണില്ലേ ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണ്. ഇത്ര സമയമൊക്കെ ഇവർ ഓടിയിട്ടും അവര് തളരുന്നില്ലല്ലോ. അവർക്ക് ആണല്ലോ ആ ഒരു കളിയിൽ ആ ഒരു ആവേശത്തിൽ ആരവത്തിൽ അവര് വീണ്ടും വീണ്ടും കളിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഇത് അനുഭവം തീരെ താല്പര്യമില്ലാത്ത ഇപ്പൊ എന്നൊക്കെ ഫുട്ബോൾ കളിക്കാൻ നിർത്തി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്സ് നമ്മൾ ഈ ടെറഫിൽ ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് ഞാനൊക്കെ കുറച്ച് കളിച്ചാല് അതും മാക്സിമം നേരം നമ്മള് വല്ലാത്ത രീതിയിൽ ശരീരം ഇളകാൻ. കാരണം എന്താണ്? ഫുട്ബോൾ കളിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ കളി കാണാൻ ഇഷ്ടമാണ്. കളി കുറെ കാണുന്ന സമയത്ത് ഒന്ന് കളിച്ചാലോ എന്ന തോട്ട് വരുന്ന സമയത്ത് അപ്പൊ ഒന്ന് കുറഞ്ഞ സമയം കളിക്കും. അപ്പൊ കുറഞ്ഞ സമയം തന്നെ കളിക്കുന്ന സമയത്ത് എന്തോ ഒരു സന്തോഷം കിട്ടും, ഒരു സമാധാനം, എവിടെ ഒരു ഉണർവ്, ഒരു എനർജി നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെന്താ 2 മിനിറ്റ് അല്ലെ അതിൽ കൂടുതലും കളിക്കാം. ഞാൻ മടുപ്പ്, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യം അതിപ്പോ എന്താക്കും അത് ആ സമയം ആ കളിയിലല്ലാതെ ഞാൻ മറ്റെവിടെയെങ്കിലാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ കളി ആസ്വദിക്കാൻ വേണ്ടി പറ്റൂല. കളി കഴിഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ടല്ലോ, ഈ സെഷനെ ഞാനിപ്പോ എങ്ങനെ എടുക്കൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല.
ആ ഒരു കളി ആസ്വദിക്കാനോ കളിക്കാനോ കൂടി പറ്റില്ല. സമയം എങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളോ അല്ല നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ആ ഒരു കാര്യം ഇത് ഞാൻ ചെയ്യാണ്. ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ തുടങ്ങാണ് എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് 2ഓ 3ഓ തവണ നിങ്ങളൊന്ന് ഒന്ന് പറഞ്ഞിട്ട് സ്വയം സെൽഫായിട്ടൊന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കൂ. ഒന്ന് ചെയ്ത് നോക്കൂ. കാരണം ഇതുവരെ ആരും അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്യാതെ ഒരു മാറ്റം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ മുന്നേ ഒരു സെഷനിൽ ഈ വെഡ്നസ് ടോക്ക് തന്നെ പറഞ്ഞു. ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുന്ന സമയത്ത് ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ കേട്ട് ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും അടുത്ത വേറെ എന്തെങ്കിലും ഒരു വീഡിയോ വരും. ഒരു ഫുഡിൻ്റെതോ അല്ലെങ്കിൽ എവിടെയോ നല്ലൊരു അടിപൊളി പ്ലേസിൻ്റെതോ. അപ്പോഴത്തേക്ക് ഈ മോട്ടിവേഷൻ ഒക്കെ മറന്നു പോയി. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുന്ന വീഡിയോ കാണാം അതിൽ അങ്ങോട്ട് ലയിച്ചു പോകും. ഇത്രയും നേരം അല്ലെങ്കിൽ ഈ ഒരു വാച്ച് ചെയ്ത് ഈ ഒരു മോട്ടിവേഷൻ എവിടെയോ അടുത്ത വീഡിയോ എന്തായിരുന്നു എന്ന് പോലും ഓർമ്മയില്ല. അത് ഈ ഇപ്പം കാണുന്ന ഈ നിമിഷം എന്താണ് കണ്ടത് അതിൽ ലയിച്ചു. പക്ഷെ നമ്മൾ അവിടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഇതുകൊണ്ടാണ് നമ്മൾ എന്താണ് നമ്മളുടെ ഒരു 2 ഡേയ്സ് പ്രോഗ്രാം അല്ല, നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വീക്കിലും നമ്മൾ വന്നിട്ട് ഫ്രീ സെഷൻ എടുക്കുന്നത്. കാരണം ഇത് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റൂല. ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് കൊടുത്തു ആ ഒരു മാറ്റത്തിനുള്ള ചിന്തയെ കൊണ്ടുവരിക. എന്നിട്ട് മാറ്റത്തെ പ്രവർത്തനങ്ങളിലൂടെ ആക്കി കൊണ്ടുവരിക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പെയ്ഡ് പ്രോഗ്രാംസ് ആണെങ്കിൽ ഒരു ദിവസത്തിൻ്റെതല്ല. നമ്മൾ 2 ദിവസത്തിൻ്റെ അല്ല, ഒരു ദിവസത്തിന്റെ ഓഫ്‌ലൈൻ സെഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 21 ഡേയ്സ് എങ്കിലും അതിന് ഓൺലൈനായിട്ട് വാട്സാപ്പിലോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമോ വഴി അതിന് നമ്മൾ ഫോളോ അപ്പ് ഉണ്ടാവും. കാരണം എന്താണ്? ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഒരു നിമിഷത്തിൽ ചെയ്യല് നടക്കൂല. ഇതുവരെ ഞാൻ രാവിലെ 8 മണിക്കാണ് എഴുന്നേൽക്കല്. നാളെ മുതൽ 5 AM എഴുന്നേൽക്കല് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷെ അതിനെനിക്ക് എന്താക്കാം 7:30 ഒരു 2 ഓർ 3 ഡേയ്സ് അല്ലെ ഒരു 5 ഡേയ്സ് 7:30ക്ക് എഴുന്നേറ്റ് അടുത്ത ഒരു 5 ഡേയ്സ് 7 AM എങ്ങനെ പതിയെ 5:30യിലേക്ക് എത്തിക്കുക. ഇതിന് ടൈം വേണം, പേഷ്യൻസ് വേണം. ഒന്ന് ഒരു കാട്ടിക്കൂട്ടലുകളിലൂടെ ഒന്നും നടക്കൂല. എന്തിനും ഒരു തയ്യാറെടുപ്പ് വേണം. ഇപ്പൊ ഈ അടുത്ത വർഷത്തിലേക്കുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹമുണ്ടോ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പോഴേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ നോട്ട് ചെയ്ത കാര്യങ്ങൾ വെറുതെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു. കാരണം നിങ്ങൾ എഴുതിയ കാര്യമാണല്ലോ, വേറെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ എഴുതിയ കാര്യം നിങ്ങൾ തന്നെ ഇങ്ങനെ വായിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ എഴുതിയ ഇതൊക്കെ കിട്ടും ഇതിങ്ങനെ കിട്ടുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോകണതാണ്, അവിടെയുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുന്നതാണ് ഇഷ്ടമെങ്കിൽ, ആ സ്ഥലത്ത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ എത്തി നിങ്ങൾ എന്താണോ കാണാൻ ആഗ്രഹിച്ചത് അത് കാണുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. ആ ഫീലോട് കൂടിയിട്ട് വായിക്കുക. ആ ഫീൽ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് പല ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ നിങ്ങൾ ഇടപെട്ട് വായിക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഫീൽ അനുഭവിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ ഇതിങ്ങനെ അനുഭവിച്ച് ഇതിൽ എങ്ങനെയെങ്കിലും അതിലേക്ക് എത്തിപ്പെടും. ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ചെയ്യുന്ന ജോബിൽ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും, അല്ലെ ജോബിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോൾ ആ ഒരു രാജ്യത്ത് അതിന്റെ പരിസരത്ത് പോകേണ്ടി വരും. അപ്പൊ ഈ എങ്ങനെ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾക്ക് ഒരു കാര്യം നേടുന്ന അത് എങ്ങനെ എന്നുള്ളത് ഹൗ ആൻഡ് വാട്ട് ഇല്ലേ അത് രണ്ടും നമ്മൾ അറിയില്ല. അത് എനിക്ക് ഇന്നത് ചെയ്യണം. കാരണം ഇത് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലോട്ടേക്ക് മാറും എന്നുള്ളതാണ്. ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യില്ല പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഈ വർഷം എങ്ങനെ കഴിഞ്ഞു പോയോ അതേപോലെ വരാനിരിക്കുന്ന 2024ഉം കഴിഞ്ഞു പോകും. അപ്പോഴായിരിക്കും 2024 ഡിസംബർ 28 ഒക്കെ ആകുമ്പോൾ ഇനി അടുത്ത വർഷമെങ്കിലും ഒന്ന് നന്നാവണം. ഇതേപോലെ പോയാൽ ശരിയാവില്ല. അടുത്ത വർഷമെങ്കിലും ഒന്ന് മാറും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇപ്പൊ കൗൺസിലിങ്ങിന് പോകണം, ഞാൻ വലിയ ഡോക്ടറെ കാണണം, ഇനി എന്റെ വീട് ഇവിടെ ഈ അന്തരീക്ഷമാണോ പ്രശ്നം, ഞാൻ ഇവിടുന്ന് മാറണം.
ഇവനാണ് എന്റെ പ്രശ്നം, ഓരോട് ഇനി പോകാൻ പറയണം. അപ്പോഴും ബാക്കിയുള്ളതാണ് ബാക്കിയുള്ള ഞാനെല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ്. ഞാൻ എല്ലാത്തിനും റെഡി. സി എല്ലാത്തിനും റെഡിയല്ല. ബാക്കിയുള്ളവർ എല്ലാത്തിനെയും കുറ്റം പറയുന്ന സമയത്തും ആ സമയമൊന്നും നമ്മളിതൊക്കെ ഞാൻ എന്തോ ഒന്ന് ചെയ്യാത്തോണ്ടാണല്ലോ എനിക്കത് നേടാൻ വേണ്ടി പറ്റാഞ്ഞെ. ഞാൻ എന്തോ ഒരു കാര്യം ചെയ്യാത്തോണ്ടാ എനിക്കത് കിട്ടാഞ്ഞത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ മര്യാദയ്ക്ക് പണിയെടുക്കാത്തത് കൊണ്ട് മുതലാളി കറക്റ്റ് സാലറി തന്നില്ല. കറക്റ്റ് സാലറി തന്നില്ല. അതുകൊണ്ട് എന്തായി എനിക്ക് ജോബില് പ്രൊമോഷൻ ഒന്നും ഉണ്ടായില്ല. മറ്റു അലവൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് എക്സ്ട്രാ പേയ്മെന്റ് കിട്ടിയില്ല. അത് മുതലാളിന്റെ പ്രശ്നമല്ലല്ലോ. ഞാൻ കൊടുക്കേണ്ട കാര്യം ഞാൻ കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല. 1 മനസ്സിലായി. 2 എന്നോട് മാത്രം എന്താ വീട്ടിൽ നിന്ന് ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ നിങ്ങൾ എന്താണ് അവിടെ അങ്ങോട്ടേക്ക് പെരുമാറുന്നത്? നിങ്ങൾ അങ്ങോട്ടേക്ക് എങ്ങനെയാ പെരുമാറുന്നത്? ഓ, ഇവരെല്ലാവരും എന്നോട് ഇപ്പൊ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞില്ല, എന്നോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നതിന് പകരം ഞാൻ ഏത് രീതിയിലാ അപ്പൊ ഇവരോട് ബിഹേവ് ചെയ്യണേ? ഓ മൈ ഗോഡ്, ഞാൻ ഇങ്ങനൊക്കെ അല്ലേ ഇവരോട് ബിഹേവ് ചെയ്യണ്, എന്നിട്ടാണ് ഇവര് ഇന്നെ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഞാനല്ലേ മാറേണ്ടത്? ഞാനല്ലേ ഇവിടെ മാറ്റം കൊണ്ടുവരുന്നത്? ഞാൻ ഇവിടെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറിക്കഴിഞ്ഞാൽ അവരും സ്വാഭാവികമായിട്ട് മാറുമല്ലോ. സ്വാഭാവികമായിട്ടും അവരിലും കുറഞ്ഞ സമയം കൊണ്ട് അല്ലെ നിങ്ങൾ അറിയാതെ തന്നെ അവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി 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 തുടങ്ങും എന്നുള്ളതാണ്. ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ല്ലെ, നമ്മുടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഫൈനൽ പോയിന്റ്, അതിന്റെ ഫൈനൽ ഗോള് ആ ഒരു നമ്മൾക്ക് ലക്ഷ്യത്തിലേക്കില്ലേ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം. ഓ എന്ത് സുഖാണ്, ആകെ ഇത്രേ ഉള്ളൂ, ദാ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വിജയിക്കുന്നു. അത് ചെയ്യാൻ പോകുന്ന സമയത്തോ ആകെ ചിലപ്പോ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ തിരിഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞൊക്കെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോ കുറച്ച് കഷ്ടപ്പെടും. ഇങ്ങനെ ഒരു 10 വട്ടം ചിലപ്പോൾ മുന്നോട്ട് പോയി വീണ്ടും ബാക്കോട്ട് സ്റ്റാർട്ടിങ് പോയിന്റ് എത്തി, ചിലപ്പോൾ വീണ്ടും സ്റ്റാർട്ടിങ് പോയിന്റ് താഴെ എത്തും. അവിടുന്ന് ഇനി എന്നെ കൂടെ നടക്കൂല എന്ന് പറഞ്ഞ് അവിടെ വിടുന്നതിന് പകരം വീണ്ടും അതിന്റെ കുറച്ച് ശ്രമിച്ച് ശ്രമിച്ച് ഏ- ഏതൊരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആവുന്നില്ലെങ്കിൽ അത് എങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ആ രീതിയിൽ ആവുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് എന്തുകൊണ്ട് ആ ഒരു കാര്യം ഇന്ന രീതിയിലോട്ട് ആവുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ എന്തുകൊണ്ട് ആവുന്നില്ല. അപ്പൊ എന്ത് മാറ്റാ ഞാൻ കൊണ്ട് ആ ഒരു കാര്യം നോക്കിക്കൊണ്ട് മാത്രം, ഈ ഒരു ഒറ്റ കാര്യം തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് കളർഫുൾ ആക്കാം. ഒരു നല്ല ഡ്രസ്സ് ഇട്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് ഒട്ടും കംഫർട്ട് ആവണില്ല. നിങ്ങൾക്ക് കംഫർട്ട് ആവുന്നില്ല, കംഫർട്ട് ആവുന്നില്ല എന്നുള്ള 100% ബോധ്യം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കാം ഈ ഡ്രസ്സ് കൊള്ളാവോ? അപ്പൊ അവരെത്ര തന്നെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നേരെ പറയാ, ഇതിപ്പോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് പറയാ, ഇതിപ്പോ എന്നെ സമാധാനിപ്പിക്കാൻ കണ്ടതല്ല. സത്യം പറഞ്ഞോ. സി അവര് നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. ഇപ്പൊ മിറർ ഇല്ലാത്ത റൂമുകളൊന്നും ഇല്ലാലോ, അല്ലെ മിറർ ഇല്ലാത്ത വീടുകളൊന്നും ഇല്ലാലോ. ഇത് നിങ്ങക്ക് തന്നെ അത് നിങ്ങൾ തന്നെ അല്ലേ, നിങ്ങളെ തന്നെ ഒന്ന് നോക്കിട്ടാ. ഹായ് അലീസഫാൻ, എന്ത് രസമായ ഡ്രസ്സാണ്. സംഭവം നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാ ഇവനെന്ത് ഭ്രാന്തനാന്ന് തോന്നിയാൽ കൂടി കുറച്ചൊക്കെ നമ്മള് എല്ലാരും ചെയ്യുന്നതിൽ മാറി ചെയ്യുന്ന സമയത്തേ ഉള്ളൂ നമ്മൾക്കൊരു വിജയം വരുള്ളൂ. പണ്ട് യൂസഫ് അലി ലുലു യു എയിൽ മിഡിൽ ഈസ്റ്റിൽ ഇരുന്ന സമയത്ത് പോയ സമയത്താണ് അവിടെ വാറ് വരുന്നത്. എല്ലാരും നാട്ടിലേക്ക് പോയ സമയത്ത് യൂസഫ് അലി അവിടെ എന്താക്കി, യൂസഫ് അലി സാർ അവിടെ പിടിച്ചു നിന്നു. പിന്നീട് 10-46 വർഷം എടുത്തിട്ട് ഇന്നത്തെ ലുലു ഗ്രൂപ്പ് ഫോം ചെയ്തില്ലേ. ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ വന്നാലും ശരി ഞാൻ ഇത് ചെയ്തിട്ടേ അടങ്ങും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ പണിയെടുക്കാനും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ഇതൊരു ആവേശപ്പുറത്ത് പറഞ്ഞിട്ട് ആവേശപ്പുറത്ത് ഇന്ന് ഞാൻ പറഞ്ഞ് ഇന്ന് ഇതൊക്കെ മൈൻഡ് വെച്ചിട്ട് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളിനപ്പുറത്തേക്ക് പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യണ്ട. നല്ല സാവധാനം ഇത് ചെയ്യാനൊന്ന് ആ ഒരു മനസ്സിലൊരു ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട് കൊടുക്കുക.
എല്ലാവരും ഡയറ്റ് തുടങ്ങണമെന്ന് വിചാരിക്കും. പക്ഷെ ഭക്ഷണത്തിന് ടേബിളിന്റെ മുന്നിൽ എത്തുന്ന സമയത്ത് ചിക്കൻ പൊരിച്ചത്, ബീഫ് ഫ്രൈ, മട്ടന്റെ ഫുള്ള് ഗ്രില്ലഡ്. ഞാനിപ്പോ എങ്ങനെ നാളെ തുടങ്ങ ഡയറ്റ്? ഇനിയിപ്പോ ഡയറ്റ് നാളെ തുടങ്ങാം. എത്ര എത്ര ഡയറ്റുകളാണ് അങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞു പോയത്. കാരണം എന്താണ്? അപ്പൊ ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്തും ആദ്യം വേണ്ടത് ആദ്യം വേണ്ടത് ഇത് ഞാൻ എന്തിനു ചെയ്യുന്നു? ഭക്ഷണം ഞാൻ എന്തിനു കഴിക്കുന്നു? ഭക്ഷണം ഞാൻ കഴിക്കുന്നത് എൻ്റെ എനർജിയെ നിലനിർത്താനും കുറച്ച് കൂടുതൽ എനർജി കൊണ്ടുവരാനും. അതിന് എന്നാൽ എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ഒരു 10-20 വർഷം മുന്നേ കണ്ട ആള് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ മറ്റു സംസാരങ്ങളൊക്കെ മാറ്റി അവിടെ ഭക്ഷണം കഴിക്കുക. ഫുൾ ഫോക്കസ് ഭക്ഷണത്തിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ കുറച്ചേ കഴിക്കുന്നുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് വയറ് നിറയുന്നുണ്ടാവും. കാരണം എന്താണ്? നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മനസ്സും എല്ലാം, നിങ്ങളുടെ എല്ലാ ഓർഗൻസും ഒരൊറ്റ സ്ഥലത്തിലോട്ടേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരൊറ്റ സ്ഥലത്തോട്ട്. കാരണം എന്താ? നിങ്ങളെ കഴി കറക്റ്റ് വാഴയിലേക്ക്, വാഴ കറക്റ്റ് നിങ്ങൾ അതിനെ ഇങ്ങനെ നമ്മളെ വയറിലോട്ടേക്ക് എത്തിക്കാനുള്ള ആ ഒരു പ്രൊസീജിയർ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ കഴിച്ച് ചവച്ച് കഴിഞ്ഞിട്ട് അത് പോകുന്ന ആ ഒരു പ്രൊസീജിയർ എന്തൊക്കെയാവുന്നത്? അതൊരു സാവധാനം നിങ്ങൾ അതിനൊരു സാവകാശത്തിൽ നിങ്ങൾ കഴിച്ച് അതെങ്ങനെ ശരി നമ്മൾ ഭക്ഷണമല്ലല്ലോ നമ്മളെ നിലനിർത്തുന്നത്. ഭക്ഷണത്തിൽ നിന്ന് എനർജി അല്ലേ? എനർജി അല്ലേ? അപ്പൊ അത് കുറച്ച് മതി. ഇത് കൂടുതൽ കഴിക്കുന്ന സമയത്താണ് ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണം പിടിക്കുന്നത്. എനർജിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്താക്കണം, പിന്നെ എനർജി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കണേ. ഒരു കാര്യം എനർജിക്ക് ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്തു. പിന്നെന്താണ്? പിന്നെ അത് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ? വെൽത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഹെൽത്ത് കൊടുക്കുന്നു. ഹെൽത്ത് കൊടുത്തിട്ട് വെൽത്ത് വാങ്ങിക്കണ്. അതായത് കറക്റ്റ് സമയത്തൊന്നും ഭക്ഷണം കഴിക്കാതെ എന്തൊക്കെയോ പണികൾ എല്ലാം കഷ്ടപ്പെട്ടിട്ട് ഒരു റുട്ടീൻസും ഫോളോ ചെയ്യാതെ ഫുള്ള് സമ്പാദിക്കണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സമ്പാദിച്ചതൊക്കെ എന്താക്കണ്? ഹെൽത്ത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊടുക്കണ്. കാരണം എന്താണ്? ഹാർഡ് വർക്ക്, വെരി ഹാർഡ് വർക്ക് ചെയ്തിട്ട്. എന്നാൽ ആദ്യം സ്മാർട്ട് വർക്ക് ചെയ്ത് തന്നെയല്ലോ കറക്റ്റ് റുട്ടീനോട് കൂടി ഭക്ഷണം അതിന്റെ സമയത്ത് നിങ്ങളെ ശരീരം എപ്പം ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്നു ആ സമയങ്ങളിൽ അത് എത്രയാണോ വേണ്ടത് അതിന്റെ ആ ഒരു കുറഞ്ഞ അളവ് കൊടുത്ത് നിങ്ങൾ ഇതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പർ സർവീസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഈ ഏതൊരു കാര്യത്തിലും നമ്മളൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാലോ, ചെയ്യുമല്ലോ. കാരണം എന്താണ്? നമ്മൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വണ്ടിക്ക് ഇന്ന കംപ്ലൈന്റ് വരും. ഈ കംപ്ലൈന്റ് എനിക്ക് ഒരിക്കലും അഫോർഡബിൾ അല്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കൂല. പക്ഷെ അത് നമ്മളിൽ എന്തുകൊണ്ട് നമ്മൾ ഓർക്കുന്നില്ല? ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുണ്ടോ? ഇതൊക്കെ നടക്കുന്ന എന്തുകൊണ്ട് നമ്മളിൽ അല്ല നിങ്ങളിൽ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഗുണങ്ങളുണ്ട്, ഇത്ര നല്ല ദോഷങ്ങളുണ്ട്, ഇതെന്തുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല? ഞാൻ പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ ലയിച്ചു പോകുന്നതിന് പകരം ഈ കാര്യം ഞാൻ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? ഇനി വരുന്ന പുതിയ വർഷം, ഒരു പുതുവർഷം, ഒരു പുതിയ ദിവസങ്ങൾ, പുതിയ മണിക്കൂറുകൾ, പുതിയ മിനിറ്റുകൾ, പുതിയ സെക്കൻഡുകളാണ് നിങ്ങളിലോട്ടേക്ക് വരുന്നത്. അതിന് എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് എടുക്കാന്നുള്ളത് അത് നിങ്ങളെ ചോയ്സാണ്. നിങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ചൂസ് ചെയ്യാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് ഓടിപ്പോയിട്ട് ചെയ്യുക എന്നുള്ളതല്ല. സെലക്റ്റീവ് ആയിരിക്കണം. സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം ഓരോ കാര്യം നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ അതിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്തിട്ടാണല്ലോ കഴിക്കുന്നത്. സെലക്റ്റീവ് ആയിരിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പുതുവർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾക്കൊരു ഗോൾ ചാർട്ട് ഒക്കെ സെറ്റ് ആക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ അതിനുള്ള ഫ്രീ സെഷൻ തന്നെ അറേഞ്ച് ചെയ്യാം. ഫ്രീ സെഷൻ എന്താണ്? ഒരാൾക്ക് നല്ലത് കൊടുക്കുന്നതില്ലേ. നിങ്ങളിപ്പോ എനിക്കൊരു നല്ല കാര്യം ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ആ ഒരു പ്രവൃത്തിയെ എപ്പോഴും ഓർക്കൂലേ? എപ്പോഴും ഓർക്കൂലേ? ഏകദേശം നമ്മളെ സമയമായിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ഒരു പോയിന്റ് ആണെങ്കിലും ആ പോയിന്റ് കിട്ടി എന്നുള്ള പ്രതീക്ഷയോടെ
കിട്ടി എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനിപ്പോ നമ്മുടെ നാട്ടിൽ പോലും അല്ല, പക്ഷെ എന്നിട്ട് ഇനി ഞാൻ 2.5 hours, അതായത് കുറഞ്ഞ സമയം ബാക്കിലാണ്. ഒന്നാമത് കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ റുട്ടീൻസ് എന്റേത് പോലും കറക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഫാത്തിമ മെഹമ്മൂദിന് സംസാരിച്ച് ഇന്ന് സെഷൻ എടുക്കാൻ വേണ്ടി പറ്റുമോ? കാരണം എന്താണ്, സെഷൻ എടുക്കാൻ വേണ്ടി പറ്റും ചോദിച്ചത്, എനിക്ക് റുട്ടീൻസ് ഒന്നും സെറ്റ് ആയില്ല. കാരണം ട്രാവലിങ്ങിലാണ്, പെട്ടെന്ന് അങ്ങോട്ട് മാറി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന്റെ ഇടയിൽ പോലും നമ്മൾ എത്ര ഞാൻ ഫാത്തിമ മഹമ്മൂദിന് അവസരം കൊടുത്തിട്ടും അത് വീണ്ടും എന്നിലേക്ക് തന്നെ എത്തിയെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും എത്തുന്നുണ്ടെങ്കിൽ, ഇതിപ്പോ എല്ലാം എന്നോട് എന്നെ എന്തിനാ ചെയ്യിപ്പിക്കണമെന്ന് ചോദിക്കാതെ അതിൽ എന്തെങ്കിലും നല്ലത് ഉണ്ടാവും, അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുണ്ടാവും. അതുകൊണ്ടാണ് അത് വീണ്ടും 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 നിങ്ങളിലേക്ക് എത്തുന്നത്. വീണ്ടും നിങ്ങൾ അതിനെ ഒരിക്കലും പഴിചാരരുത്. അതിന് ഒരിക്കലും ഞാൻ നല്ലത് ചെയ്യൂല. ചില ആളുകളുണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അല്ല എല്ലാവരെയും പോലെ മാറിയിട്ട് കുറച്ച് നല്ല അച്ചടക്കത ചെയ്ത് കഴിഞ്ഞാൽ ബോസ് ഇവരെ തന്നെ കൂടുതൽ ഏൽപ്പിക്കും. അപ്പൊ ഇവര് പറയും, ഞാൻ ഇപ്പൊ ഇത്ര നന്നായിട്ട് ചെയ്തതാ പ്രശ്നമായി, ഞാൻ കുറച്ച് ഇനി കച്ചറാവാം, തറയാവാം എന്ന് വിചാരിക്കാതെ ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക്, അപ്പൊ എനിക്ക് ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത സാധനം എനിക്ക് എന്റെ ബോസിന്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. അത് എനിക്ക് അതായത് എന്റെ ബോസിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരു സാധനം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അല്ലേ, നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എല്ലാ സെഷനിലും പറയുന്ന പോലെ എന്ത് കൊടുത്താലും അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെ, എന്ത് കൊടുത്താലും അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെ തിരിച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഓക്കെ, ഏകദേശം നമ്മുടെ സമയമായിട്ടുണ്ട്. ഇത്രയും നേരം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾക്കുള്ള ഞാൻ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് അവതരിപ്പിക്കണം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, ഞാൻ ആദ്യം നിങ്ങളോട് ചെയ്യണ്ടേ, നിങ്ങളോട് ചെയ്യണ്ടേ, അല്ലാതെ ബാക്കിയുള്ളവരോട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കുള്ളത് തന്നിരിക്കുന്നു, നിങ്ങൾക്കുള്ളത് തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കേണ്ടത് അടുത്ത വർഷമാണ് ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നാണ്. നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്ന സമയം ചിലപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മാറ്റം ഒന്നും ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു സെഷനിൽ വന്നിരിക്കുന്ന സമയത്ത് എന്നോട് മെനിഞ്ഞാന്ന് അവർ പറഞ്ഞ പോലെ തന്നെ ആളുകൾ കുറവുള്ളതായിരിക്കും നോട്ട് ചെയ്യുക, എൻ്റെ സംസാരത്തിൽ വരുന്ന തെറ്റുകളായിരിക്കും നോട്ട് ചെയ്യുക, ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ അതായിരിക്കും നോട്ട് ചെയ്യുക, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ടു അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ടു ഇതൊക്കെ ഇപ്പം എനിക്ക് അറിയാം, അതായത് നിങ്ങൾക്കറിയാം, എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല? അപ്പൊ നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയേണ്ടി വന്നില്ലേ? അപ്പൊ ഇവിടെ കുറെ ആളുകളല്ല പ്രശ്നം, ബാക്കിയുള്ള ആളുകൾ ജോയിൻ ചെയ്യുന്നതല്ല പ്രശ്നം. ജോയിൻ ചെയ്തവരെ ആ ഒരു മണിക്കൂറാണ് ഞാൻ എടുക്കുന്നത്, അതിനെ ഞാൻ വെറുതെ കളയരുത്. അത് നിങ്ങൾക്ക് എത്ര പോസിറ്റീവായിട്ട് എത്ര ഗുണനിലവാരത്തോട് കൂടി തരണം എന്നുള്ളത് ഞാൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പൊ ഇത്ര നേരം നിങ്ങൾക്ക് ബിഗ് താങ്ക് യു. അതേപോലെ നിങ്ങൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് സെഷന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങളെ സമയമാണ്. ഈ സമയം നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം, അതായത് നിങ്ങളുടെ ലൈഫ്. നമുക്കില്ലേ ലൈഫിൽ ഹാപ്പി ഉണ്ട്, സമാധാനമുണ്ട്, പല കാര്യങ്ങളും നമ്മൾക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മളിൽ എത്തുന്ന സമയത്ത് ആ കാര്യത്തെ എങ്ങനെ നമ്മൾ നേരിടണം എന്നുള്ളത് കൂടി പഠിക്കണം. അതുകൂടിയാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങളെ സെഷനാണ്, ഞാൻ വെറുതെ സമയം കളയുന്നില്ല. നിങ്ങൾക്കുള്ള സമയം നിങ്ങൾക്ക് കൊണ്ട് വിട്ടു തന്നിരിക്കുന്നു. താങ്ക് യു, ബൈ. Thank you so much, Alisafan, for the wonderful systematic session. And it's time. നിങ്ങളുടെ സമയമാണ്. ഒന്നുകൂടി ഒരു ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെ പറയാണ്. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തപ്പോ ദൗത്യത്തിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മളെ സെഷനിൽ ഇന്ന് ലീഡ് ചെയ്യാൻ വേണ്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ഞാനായിരുന്നു. ഞാൻ എടുക്കാന്നുള്ളൊരു മോഡിലേക്കായിരുന്നു വന്നത്. പക്ഷെ ചില ടെക്നിക്കൽ എറേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് വീണ്ടും അത് സഫാൻ തന്നെ എടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. ലെറ്റ്സ് സേ ഞാനിപ്പോ ഈ സെഷനിലൂടെ ഗോ ത്രൂ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആൾക്കാർക്കും ഇപ്പം ഒന്നും കൂടി 2024 കടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി പറഞ്ഞുതരാണ്. നമ്മൾ ഓരോ ആൾക്കാർക്കും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൗത്യങ്ങളുണ്ട്.
നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടും നമുക്ക് ചെയ്യാനും ഈ ലോകത്ത് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്തിന്റെയൊക്കെയോ പുറകെ മറ്റുള്ളവർ ചെയ്യുന്നതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കോപ്പി ചെയ്യാനോ അതിനപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ ദൗത്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. നമ്മൾ ഓരോ ആൾക്കാർക്കും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു താളം തെറ്റുന്നത്. ആൻഡ് ഇവിടെ ലാസ്റ്റ് വീണ്ടും പറഞ്ഞ ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രേറ്റ്ഫുൾ ആവാന്നുള്ള ഒരു കാര്യം. നിങ്ങളെ തന്നെ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങൾ ഇത്രയും സമയം നിങ്ങളുടെ സെൽഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ എന്നാൽ കൂടി ഇനിയും നിങ്ങൾക്ക് ഒരു മാറ്റങ്ങളും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. നമ്മളെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ആൾക്കാർക്കും ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്, ഈ ലോകത്തിൽ വന്നിട്ടുള്ള 94% ആൾക്കാരും അവരുടെ ദൗത്യം എന്താണ് എന്നറിയാതെ +2 കഴിഞ്ഞ് ഡിഗ്രി എടുക്കുക, ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലി കയറാം, അല്ലെങ്കിൽ ഗൾഫിൽ പോവാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാം, എന്തെങ്കിലും ജോലി ചെയ്ത് 2 കാലിൽ നിൽക്കണം, അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം. ആർക്കും വേണ്ടി ഒന്ന് കംഫർട്ട് ആവണം, നമ്മൾ സേഫ് സോൺ ആക്കണം, സേഫ് സോണിലാക്കണം. അത് മാത്രമാണ് നമ്മുടെ ലൈഫിന്റെ ലക്ഷ്യമായിട്ട് മാറുന്നത്. അല്ലാതെ എനിക്കൊരു ലൈഫ് ഉണ്ട്, ഈ ലൈഫ് കൊണ്ട് ഞാൻ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്, അതിലേക്ക് ഒരു പേർപ്പസിലേക്ക് കണ്ടെത്തി അങ്ങനെ അങ്ങനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വെറും 4% മാത്രമാണ്. ലെറ്റ് സി, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ആ 94%-ലല്ല ഇങ്ങനെ ഒരു ജീവിതം വേണോ, അതോ നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ലൈഫിന്റെ പേർപ്പസ് എന്താണെന്ന് അറിഞ്ഞ് നിങ്ങൾ കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സെൽഫിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പൊ ഉള്ളത് എന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും നിങ്ങളുടെ ലൈഫിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. 2024 കടക്കുന്നതിന് മുമ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് തരുന്നത്. കാരണം നമ്മൾ എപ്പോഴും അതിന്റെ ഇടയിൽ സഫം പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടൊരു കാര്യമില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആവാം അങ്ങനെ കാര്യമില്ല എന്നല്ല, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആവാന്നുള്ളതിനപ്പുറത്തേക്ക് ഇടയ്ക്ക് ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. മറ്റുള്ളവർ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് തന്നെ നമ്മൾ ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഒഴുകി പോവാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക, അപ്ഗ്രേഡ് ചെയ്യുക. അതിനുള്ള ഒരുപാട് ഇവന്റ്സ്, പ്രോഗ്രാംസ്, കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും സഫാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ നാളെ നന്നാവാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നന്നാവാം, ഇങ്ങനെ പറഞ്ഞ് അടുത്ത ബാച്ചിൽ നോക്കാം, അടുത്ത ബാച്ചിൽ ഇതൊക്കെ സെറ്റാക്കി, ഇവരെയൊക്കെ സെറ്റാക്കി, അവരെയൊക്കെ സെറ്റാക്കി, ഇതൊക്കെ സെറ്റാക്കിയിട്ട് അടുത്ത ബാച്ചിൽ, അല്ലെങ്കിൽ അടുത്ത മാസം, 2 മാസം കഴിഞ്ഞിട്ട്, എക്സാം കഴിഞ്ഞിട്ട്, കുട്ടിയോട് വലുതായിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുകയാണെന്നാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാം, ഇപ്പൊ നിങ്ങളെ മൊമെന്റ്സ്, ഇപ്പൊ നിങ്ങൾ ഒരു ആക്ഷൻസ് എടുക്കുക. അതിനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ 2 കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻസ് കാര്യങ്ങളും ഓൺലൈനിലും ഓഫ്ലൈൻസിലും ഉണ്ട്. ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാണ്, ഈ 2023 കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും അടുത്ത വർഷം ഞാൻ എന്നെ അറിഞ്ഞ് എന്നിലൂടെ റീസെന്റ് ഇനി നമുക്ക് വരാൻ പോകുന്ന ഒരു അടുത്ത പ്രോഗ്രാം ആണ്. ഇപ്പൊ ഞാനും ഷഹാന ബക്കർ എന്ന് പറയുന്ന ട്രെയിനറും കൂടി നടത്തുന്ന ലേഡി ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇറ്റ് വിൽ ബി ഓൺ 30 and 31. അതായത് ജാനുവരിന്റെ തൊട്ട് മുമ്പിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ലേഡി ലൈറ്റ് എന്താണ് നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും തോന്നുന്നു. ഇറ്റ്സ് എ ലേഡീസ് ഓൺലി റെസിഡൻഷ്യൽ ക്യാമ്പ്. അപ്പം ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അഡ്മിൻ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇതിപ്പോ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അവസരങ്ങൾ എപ്പോഴും നിങ്ങൾ അതിലൊന്നും മുട്ടൂല. മുട്ടുന്ന സമയത്ത് പോയിട്ട് തുറന്നു നോക്കണം. അല്ലാതെ അവര് പോയതിനു ശേഷം പോയിട്ട് തുറന്നു നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, പിന്നീട് അത് വൈകി പോകും. സോ ദാറ്റ്സ് ഓൾ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു അവസരമാണ്. സോ ദാറ്റ്സ് ഓൾ. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടിപൊളി മെഡിറ്റേഷൻ ആയിരുന്നു. പിന്നെ സാറ് പറഞ്ഞ പോലെ എന്നും ഇതുപോലെയാണ്
പറയല്ലേ നാളെ നന്നാവാ. ഇനി അടുത്ത വർഷം എന്തായാലും എന്തെങ്കിലും ഒരു മാറ്റം ഇതാക്കണമെന്ന് എന്നും ചിന്തിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് മാറ്റം ഉണ്ടാവുമായിരിക്കും. താങ്ക് യു സോ മച്ച്. അതിലേക്ക് ആ മാറ്റത്തിലേക്ക് നിങ്ങളെ ബാക്ക് അടിപ്പിക്കുന്ന എന്ത് ചലഞ്ചാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് ആദ്യം നോട്ടീസ് ചെയ്യാം. എന്താണ് എന്നെ ചലഞ്ച് ആക്കുന്നത്? ആ സാധനം ശരിക്കും ഒരു ചലഞ്ച് ആണോ, ഞാൻ തന്നെ ചലഞ്ച് ചെയ്യിപ്പിക്കുന്നതാണോ എന്നും കൂടിയുള്ള ക്വസ്റ്റ്യൻ മൈൻഡിൽ കൊടുക്കുക. എന്നിട്ട് ആക്ഷൻസ് എടുത്ത് കൊടുക്കുക. ഫസ്റ്റ് ആക്ഷൻ, പിന്നീട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അപ്പോ ആർക്കും ഇല്ല എന്ന് തോന്നുന്നു. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഇനിയും ഒരുപാട് സെഷൻസ് വരാനുണ്ട്. എല്ലാ സെഷൻസിലും ജോയിൻ ചെയ്യാം. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.